എല്ലാവർക്കും നമസ്കാരം. പുത്തേഡ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ചണ്ഡീഗഡിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ചണ്ഡീഗഡിൽ എന്തിനു പോവാം? കറങ്ങാൻ. ഞങ്ങളിന്ന് കുറച്ച് ഷോപ്പിങ്ങിന് പോവാം. ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കുറച്ച് എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്ന ഞാനും കുഞ്ഞിക്കിളിയും നമ്മുടെ അപ്പൂസുണ്ട്. അപ്പൂസ് ഇത് എവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി, ഉറങ്ങി. പിന്നെ മുത്തും വിദ്യയും കൂടെ പോകുന്നത്. അപ്പോൾ പൊന്നു ഞങ്ങളുടെ കൂടെ പോകുന്നില്ല. പൊന്നുവിന് പനിയുടെ ക്ഷീണം കാരണം കിടന്ന് ഉറക്കുക. ഇതെല്ലാം പാത്രക്കടകളാണ്. എല്ലാം ഇതേ ചട്ടിയും കുടവും ഇതൊക്കെയാണ്. തുളസിത്തറയൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിവിടെ മാർക്കറ്റിലെത്തി. കാണുന്ന എല്ലാം തുണിക്കടകളാണ്. എനിക്ക് ഷൂസ് മേടിക്കണേ. ഇന്ന് മെയിനായിട്ട് കുഞ്ഞിക്കിളിക്ക് വിൻ്റർ വെയർ മേടിക്കാൻ വേണ്ടി വന്ന കുറച്ച് ഷൂസും പാൻറ്റും ദാമിക്കും മേടിക്കണം, അച്ചമ്മയ്ക്കും മേടിക്കണം. പക്ഷെ അമ്മയൊക്കെ അഭിപ്രായം നടന്നു വരുന്നുള്ളൂ. നോച്ചയ്ക്ക് കോട്ടും മേടിക്കണമെന്ന്. ഞങ്ങളെല്ലാ സാധനം അവിടെ നിർത്തും, ഇങ്ങോട്ട് വരുമ്പോൾ മേടിക്കാം. ഇവിടെ ആകുമ്പം നമ്മുടെ ഇവിടുത്തെ അത്രയും ഇതില്ലല്ലോ. ഇവിടെ കുറച്ചുകൂടെ കൂടുതൽ സാധനങ്ങൾ കിട്ടും. ഇവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഡ്രസ്സുണ്ട്. 400 രൂപ ടോപ്പും പാൻറ്റും ഒക്കെ ഫുള്ള് കമ്പിളി പോലത്തെ. പിന്നെ കമ്പിളികളുണ്ട്, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. തണുക്കുന്നുണ്ടോ കുഞ്ഞിക്കിളി? ഉണ്ട്. ഇവിടെ ചെരുപ്പിനൊന്നും വലിയ വിലയൊന്നുമില്ല. ഈ ഇരിക്കുന്ന ചെരുപ്പിനെല്ലാം 250 രൂപയുള്ളൂ. ഇതുപോലത്തെ ബൂട്ട് പോലത്തെ ഷൂസിനൊക്കെ 400 രൂപയും 500 രൂപയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു കോട്ട് എടുക്കാനുള്ള പരിപാടിയില്ല കുഞ്ഞിക്കിളി. എനിക്ക് കോട്ട് ഓൾറെഡി 2-3 നോക്കിയിട്ടെടുക്കാം. അതെ, ഓൾറെഡി 2-3 പാൻറ്റായി, ഷൂസായി. ഇനി കോട്ട് ഞാൻ എൻ്റെ തരാം. പോട്ടെ? വേണ്ട, അത് മതി. വേണ്ട. കമ്മലുകളും സെറ്റും ഒക്കെ ഉണ്ട്. കമ്മലുണ്ട്, ചുരിദാറുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. അതിൻ്റെ അകത്ത് തയ്യക്കടയൊക്കെ ഉണ്ട്. ഇപ്പം കറങ്ങി ഓരോ എവിടേക്കോ എത്തി. ഇതിൻ്റെ അകത്തൂടെ എല്ലാം കടയായി കുറേ ഏരിയ. ഇതെല്ലാം കമ്മലിൻ്റെ സെക്ഷനാണ്. ഈ കമ്മലിനൊക്കെ 200 രൂപയുള്ളൂ. ഞാനവിടെ ഇത് കൂട്ടൊരെണ്ണം മേടിച്ചതിന് 300-400 രൂപയ്ക്ക്. എനിക്ക് 200 രൂപയുള്ളൂ ലൈറ്റ് വെയിറ്റ്. അമ്മ അവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് ഷോപ്പിങ്ങാണ്. ഞങ്ങളിവിടെ ഒന്നും കിട്ടാണ്ടിരിക്കുക. എനിക്കവിടെ ഒന്നും കിട്ടിയില്ല. ഇവക്ക് പിന്നെ 2-3 കിട്ടി. എനിക്ക് ഷൂസ് കിട്ടി. 2 ഫ്ലോറാണ് ഇവിടെ കടകളെല്ലാം. 2 ഫ്ലോറായിട്ട് കുറേ ഏരിയ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ട്. എന്താ കുഞ്ഞിക്കിളി? എനിക്ക് ലോങ് കോട്ട് വേണം. ലോങ് കോട്ട് ഞങ്ങൾ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാനും കുഞ്ഞിക്കിളിയും ഇവിടെ നിലാവത്തഴിച്ചോട്ട് കോഴിനെ പോലെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുക. വേറെ വഴിയൊന്നുമില്ല. കുറേ തുണികളുണ്ട്, ഇഷ്ടംപോലെ ഭംഗിയുള്ള തുണികളുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുഡ് കോർട്ട് അല്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ നമ്മളെ അത് തന്നെ. ഫുഡ് കോർട്ടായിരുന്നു ഞങ്ങൾ ഈ ഏരിയയിലൊന്നും കാണത്തില്ലായിരുന്നു. തുണി പക്ഷെ ഞങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് 1-2 ടൈപ്പ് ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ. അത് വല്ലതും കിട്ടിയാൽ അതും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ നടക്കുക. അമ്മയിൽ റേഷൻ കട കണ്ടവർ ഓരോ കടയിൽ കൂടെ കയറി നടക്കുന്നുണ്ട്. പാത്രമായി, തുണിയായി. മടുത്തില്ലേ? പോവാ. ഇപ്പോൾ ഇതേ ഇവിടെ ഒരു പാത്രക്കട വന്ന് സ്റ്റോപ്പായി. ശരി, കുഞ്ഞിക്കിളി അപ്പൂൻ്റെ ഓരോന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇരിപ്പുണ്ട്. അപ്പോൾ നിന്ന് മടുത്തു. അതുകൊണ്ട് അവൻ തന്നെ എന്തെങ്കിലുമൊക്കെ കളിച്ച് നടക്കുക. വീട്ടിൽ അമ്മയുടെ ഹസ്ബൻഡ് ഒരു കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീ സൂക്ഷിച്ചു വേണം കേട്ടോ. ഇവളൊരു ഗുണ്ട. മുത്തുചേച്ച അതിലും വലിയ ഗുണ്ടയാ. ഡാമിയുടെ പേഴ്സണൽ ഗുണ്ടയാ. സൂക്ഷിച്ചോ ദാമിയുടെ ചുറ്റും. കുഞ്ഞിക്കിളി മടുത്തു. കുഞ്ഞിക്കിളി ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണം. നീണ്ട 2.5 മണിക്കൂറത്തെ ഷോപ്പിംഗ് തീരാറായി വരുന്നു എന്ന് വിശ്വസിക്കുന്നു. തീരേണ്ടതാണ്. 6 മണിയായപ്പോൾ വന്നതാണ്. 8:30 കഴിഞ്ഞു. ഗൈസ്, സക്സസ്. മമ്മി തിരിച്ചിറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാ വണ്ടിയുടെയും ബാക്ക് വേറെ വണ്ടികൾ കൊണ്ടുവന്നിട്ട് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ വണ്ടിയുടെ ബാക്ക് മാത്രം വേറെ വണ്ടിയൊന്നും വന്നിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ചാട്സ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞിക്കിളിക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. ഇവിടെ നല്ല ചൂട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം അത് കഴിച്ചാലോ? അപ്പം ആൻറ്റി ഇന്ന് ഞങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ഹിന്ദിയിൽ ഡീൽ ചെയ്തോ? ഏറ്റവും പോയി പറഞ്ഞോ. എല്ലാം പറഞ്ഞ പോലെ. അതെ. എന്തൊക്കെയാ വേണ്ടേ? ഒരു ഗുലാബ് ജാമുൻ. പിന്നെ നിനക്ക് വേറെ വല്ലതും വേണോ?
പാനിപ്പൂരി അവിടെ നിന്നാ മോനെ അനേജ അവിടെ നിന്ന് ആ എന്നാൽ നമുക്ക് ഇവിടുന്ന് ഗുലാബ് ജാമുൻ പറഞ്ഞു. क्या क्या है भैया गुलाब जामुन? गुलाब जामुन है रबड़ी के साथ, बिना रबड़ी के साथ भी है, ओके. और गरम गाजर हलवा है, गरम मूंग दाल का हलवा है, रसमलाई है, രസ്മലായി, रबड़ी है. മൂങ് ദാലിന്റെ ഹൽവ. മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയറില്ലേ, അതിന്റെ ഹൽവ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ആണോ? പിന്നെ ഗുലാബ് ജാമുന് വിത്ത് റബഡി എന്ന് പറഞ്ഞാൽ ഈ പാലിന്റെ സാധനം അതിന്റെ കൂടെ ഉണ്ട്, അല്ലാതെ ഉണ്ട്. പിന്നെ രസ്മലായി, ഒരു രസ്മലായിയും പറ, ഒരു ഗുലാബ് ജാമുൻ. റബഡി വേണോ? വേണ്ട. ആ എന്നാ നോർമൽ ഒരു ഗുലാബ് ജാമുൻ ഒരു ഇത് പറ. एक गुलाब जामुन नॉर्मल और एक रसमलाई. आओगे ना नहीं पे? हाँ जी खाएं. ഇന്നത്തെ ഞങ്ങളുടെ ട്രാൻസ്ലേറ്റർ ചേച്ചിയായിരുന്നു. പൊന്നുവിനെ റൂമിൽ എത്തിയിട്ടുണ്ടെന്നേക്കായിരുന്നു. അതെ അതെ, പൊന്നു വയ്യാഞ്ഞോണ്ടല്ലോ ആ പൊന്നിന് വയ്യായിരുന്നു, പനിയായിരുന്നു. പാനിപ്പൂരി കഴിക്കാൻ വരും. അതെ പാനിപ്പൂരി കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ വരായിരിക്കും. തണുപ്പല്ലേ? കുഞ്ഞിക്കിളിക്ക് ഇനി കുൽഫിയാന്ന് തോന്നുന്നു അടുത്ത്. स्पून और देना भी. നല്ല ചൂട് ഗുലാബ് ജാമുൻ റെഡി. ചൂട് നോക്കി കഴിച്ചോണം, അല്ലെങ്കിൽ നാക്കിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പോൾ ഇതാണ് രസ്മലായി. ഞാൻ രസ്മലായി കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല? നല്ല നല്ലതാണോ? ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ പാനിപ്പൂരി, പാനിപ്പൂരി അല്ലല്ലോ നമ്മളിപ്പോൾ കഴിച്ച ഗുലാബ് ജാം. ഗുലാബ് ജാമുൻ, ഗുലാബ് ജാം ഗരം ഗരം. അതെ ആ ഗരം ഗരം സൂപ്പറായിരുന്നു. രസ്മലായി തണുപ്പാ. ഗുലാബ് ജാമുൻ, ഗുലാബ് ജാം അതെ ചൂട് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളുന്നു. കുഞ്ഞിക്കിളിക്ക് ഗുലാബ് ജാമുൻ ഇഷ്ടപ്പെട്ടു, ഒരെണ്ണോടെ വേണമെന്ന് പറഞ്ഞേ. ഇത് കഴിച്ചു നോക്കടാ, ഇതും ഇഷ്ടപ്പെടും. അത് കഴിച്ചു നോക്ക്. എന്റെ വെള്ളം ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞിക്കിളിക്ക് അത് പിടിച്ചില്ല, പക്ഷെ നല്ല രസമുണ്ടായി. നമ്മുടെ പാൽപ്പായസം ഒക്കെ ഇങ്ങനെ കുറുക്കി തരുന്നൊരു ടേസ്റ്റ്. ഇതാണ് മൂങ് ദാലിന്റെ ഹൽവ. ഇതിന്റെ പേര് ചേച്ചി? മൂങ് ദാൽ ഹൽവ എന്നതിന്റെ പേര്. മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പ്. ചെറുപയർ. ഓക്കെ, എങ്ങനെയുണ്ടമ്മ കഴിച്ചിട്ട്? നല്ലല്ലേ? ഡ്രൈ ഫ്രൂട്ട്സും ചെറുപയറും നെയ്യും പഞ്ചസാരയും ഇത് തന്നെ. എന്ത് കുഞ്ഞിക്കിളിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും പിടിക്കൂല. ഇഷ്ടപ്പെട്ടില്ലല്ലേ? നല്ലല്ലേ ചേച്ചി? അല്ല പൊന്നു വന്നു, തീർത്ത് വന്നു, അപ്പു വന്നു. ദാമി കൊണ്ടുവന്നില്ലേ? ഇല്ല. ക്ഷീണമൊക്കെ പറഞ്ഞോ? കുഴപ്പമില്ല, ഉറങ്ങി എണീറ്റപ്പം കുറേ കുറഞ്ഞു. ഇത് പാനിപ്പൂരിയുടെ ഇതെടുത്തിട്ടുണ്ട്. ബാ എല്ലാരും വരിവരിയായിട്ട് നിന്നു. കട്ടാമിട്ടാ ചേച്ചേ? ആ കട്ടാമിട്ട. നിനക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ മേടിച്ചോ, എനിക്ക് ഞാൻ എടുത്തോളാം. പൊന്നു തുടങ്ങുക. ഇപ്പോഴാണ് ഇത്തിരി സന്തോഷമായത്. കുഞ്ഞിക്കിളി കുറേ നേരമായിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാം നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ്. എരിവ് കൂടുതലാണോ? എരിവ് കൂടുതലാണെങ്കിൽ എരിവില്ല അല്ലേ? എരിവില്ലേ കുഞ്ഞിക്കിളിക്കോ? കുഴപ്പമില്ല അല്ലേ? ദാമി ഇന്ന് ഫുൾ ബിസി ആയിരുന്നു, ഇവിടെ കളിയും ബഹളമൊക്കെ ആയിരുന്നു. ഷൂസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ആ പോക്കോ. അപ്പം നമ്മുടെ ഇന്നലത്തെ കറക്കവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മളിന്നലെ കണ്ണൻചേട്ടൻ്റെ ഇവിടെ തന്നെ സ്റ്റേ അടിച്ചു. അപ്പം രാവിലെ അച്ഛയും കൊച്ചായൊക്കെ നേരത്തെ എണീറ്റ് അവർ വണ്ടിയൊക്കെ കഴുകാൻ കൊടുത്തായിരുന്നു ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അച്ഛയും കൊച്ചായും കണ്ണൻചേട്ടനും ചേച്ചയും കൂടെ ഒന്ന് വെളിയിൽ വരെ പോയതാണ്. ഞാനും കുഞ്ഞിക്കിളിയും അമ്മയും അച്ഛമ്മയൊക്കെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ട് അല്ലേ കുഞ്ഞിക്കിളി? ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇനി ക്യാരവനിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അതുകൊണ്ട് തുണിയൊക്കെ ഇലക്കി അങ്ങനത്തെ കുറേ പരിപാടിയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇവിടുന്ന് പോകണമെന്നാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ എൻ്റെ പനിയൊക്കെ പോയി, പക്ഷെ ചെറിയ തൊണ്ടയ്ക്കാനുണ്ട്. അതുകൊണ്ട് സൗണ്ടൊക്കെ വേറൊരു സൗണ്ടായി. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനപ്പോൾ അതുകൊണ്ടൊന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പോൾ കുഞ്ഞിക്കിളിക്ക് കുളിക്കുകയൊക്കെ ചെയ്യണമല്ലേ? കഴിച്ചില്ലല്ലോ? ഞാൻ രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചില്ല. ഇവിടെ ഇപ്പോൾ ഉച്ചയായി, വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ കഴിക്കണം. എന്താ കഴിക്കാൻ? ചോറും ചിക്കനും ആണെന്ന് തോന്നുന്നു. അമ്മയാവുകൊണ്ട് രാവിലെ ഇവരെ ചിക്കൻ കറിയും എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എന്താ ഞങ്ങൾക്ക് അതിൽ ചിക്കൻ കറി മാത്രം ഞങ്ങൾ കണ്ടുള്ളല്ലേ കുഞ്ഞിക്കിളി? അതെ. ഇപ്പം നീ കഴിച്ചിട്ട് കുളിക്കുന്നോ കുളിച്ചിട്ട് കഴിക്കുന്നോ? കുളിച്ചിട്ട് കഴിക്കാം. എന്നാൽ വേഗം പോയി കുളിക്കും, വേണം ഒന്നിച്ച് കഴിക്കാം. അപ്പോൾ കുഞ്ഞിക്കിളി എന്നാൽ കുളിക്കാൻ പോട്ടെ. ഇനിയിപ്പം എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ക്യാരവനിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം, എല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട്. ദാമ് രാവിലെ മുതൽ മിസ്സിങ് ആയിരുന്നു. ഇവിടെ എല്ലാം കുറേ പിള്ളേരുണ്ട് അടുത്ത്. അപ്പോൾ എല്ലാവരുടെയും കൂടെ കളിയും പരിപാടിയൊക്കെ ആയിരുന്നു.
ഇപ്പോഴാണ് വീട്ടിൽ വന്നത് അല്ലേ കുഞ്ഞിക്കിളി? ആ ദാമി ദാമി ഭയങ്കര ബിസിയാണ്, കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക, അതുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യില്ല. വേഗം പോയി കുളിച്ചിട്ട് വാ, കഴിക്കണ്ടേ? ഇനി മേലെ കുളിക്കണം. ആദ്യമേ ഇവിടെ കുളിക്കാം. ആ അല്ല, ഇവിടെ വേറെ ബാത്റൂമുണ്ട്, അവിടെ കയറിക്കോ. ഞാൻ മേളിൽ പൊക്കോളാം. ഞാൻ വന്ന് കൂട്ടിരിക്കണ്ടേ? ഞാൻ വരികയല്ലേ? ഞാൻ ദാമിനെ വിളിച്ചോണ്ടോക്കോളാം. ആ പറ്റിയ ആളെ കൊണ്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ മേളിൽ വരുമോ? ചെല്ല്, ചേച്ചി അനിത്യയും കൂടെ പോയി കുളിച്ചിട്ട് പോരെ. ബാ. ഒരാൾ വെയിറ്റ് നോക്കുക. ദാമി 22 കിലോ. 22 കിലോയോ? ഇല്ല, 13 ഉള്ളൂ. അപ്പം നമ്മൾ കണ്ണൻചേട്ടൻ്റെ അവിടെ നിന്നൊക്കെ പോന്നു. നമ്മളതേ നമ്മുടെ ഹിമാചലിലോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞാനും അച്ഛമ്മയും ഇവിടെ ഉണ്ട്, ബാക്കി എല്ലാവരും ഫ്രണ്ടിലിരിക്കുന്നു. എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ട്. ആ എന്നാൽ പോയി കിടന്നോ, ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി തരാം. അതെ, ഒതുക്കി ഒന്ന് കിടന്നേക്കാം. അതെ, അപ്പം അച്ഛമ്മയ്ക്ക് വേണ്ടി ഇപ്പം നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കി കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് കുഞ്ഞിക്കിളിക്ക് ഉറക്കം വരുന്നുണ്ട്, അവളവിടെ ബെഡേ കിടപ്പുണ്ട്. രാമക്കുട്ടിയാണോ ഉറങ്ങി? ആ അതെ, ദാമിക്കുട്ടി ഉറങ്ങി. ഇപ്പോൾ കുഞ്ഞിക്കിളിക്ക് വേണ്ടി ബെഡൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇനി അതിനുള്ള തയ്യാറെടുപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ അതെ കുഞ്ഞിക്കിളിയുടെ ബെഡ്, അപ്പോൾ അത് വിരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പൊക്കത്തൊരു ബ്ലാങ്കറ്റ് കൂടെ വിളിക്കുന്നുണ്ട്. കുറച്ച് കട്ടിക്ക് കിടക്കട്ടെ, തണുപ്പൊക്കെ എല്ലാം കൊണ്ട് ഇങ്ങനെയാണ് ഇവിടെ ഡെയിലി കിടക്കുന്നത്. അപ്പോൾ അതെ കുഞ്ഞിക്കിളി ബെഡ് കണ്ടതേ കമ നടന്നു, തലയൊക്കെ മൂടിപ്പോച്ച് കിടക്കുന്നുണ്ട്. അച്ഛമ്മേനെ ഞാൻ കൊണ്ട് കിടത്തി. അമ്മ അതെ ദാമീനെയും കൊണ്ട് വരുന്നുണ്ട്. ഞാനിനി ഇവിടെ കിടത്തുമ്പോൾ ഞാനും കൂടെ കിടക്കേണ്ടി വരും മിക്കവാറും ഇവിടെ. ആ എണീറ്റോ അവൾ ചെറുതായിട്ട്? ആ അപ്പം അതൊക്കെ കിടത്തിക്കോ, നോക്കാം. ഇല്ലേ ഒരു 5 മിനിറ്റോടെ കിടന്നു. ഇത് പുതച്ച് കിടന്നോ? അത് പുതച്ച് കിടന്നു, ബെഡ് കണ്ടതേ വീണു. പിള്ളേരെല്ലാം കിടന്നുറങ്ങി, ഞാനും കിടക്കാൻ പോവാം. അപ്പം ഞാൻ കിടക്കുന്നതിന് മുന്നേ ഒരു 5-10 മിനിറ്റ് വണ്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഹീറ്റർ കുത്തി വെക്കാൻ പോവാം. ഇതാണ് ഞങ്ങളുടെ ഹീറ്റർ. അപ്പം എപ്പോഴും ഹീറ്ററിൻ്റെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ചെറിയ ഹീറ്റർ മേടിച്ച് വെച്ചു. ഇതൊരു ശകലനേരം ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ ഇതിനകത്ത് തണുപ്പങ്ങ് കുറയും, പിന്നെ അങ്ങ് നിർത്തി വെച്ചാൽ മതി. ഇത് ഇങ്ങനെ ഓണാക്കി വെച്ചോണ്ട് കിടന്നുറങ്ങുന്ന സേഫ് അല്ല. അതൊന്നും ഓണാക്കി വെച്ചോണ്ട് കിടക്കുന്നില്ല. നമുക്ക് ഈ ഒരു 5-10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിട്ടേ പോരെ. ചൂടായി പിന്നെ കമ്പിളിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, സുഖം. അല്ലെങ്കിലും വണ്ടിക്കകത്ത് വലിയ തണുപ്പില്ലായിരുന്നു. വലിയ തണുപ്പില്ല, ഇതിന്ന് മേടിച്ചോണ്ടേ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് വെക്കുമ്പോ കുറച്ച് സുഖമുണ്ട് ചൂടാകുമ്പോ. എന്നാ ഇനിയിപ്പോ ഞാനും കിടന്നുറങ്ങാൻ പോവാ. ഉറങ്ങിക്കോ, രാവിലെ ഒരു 6 മണിക്ക് പറ്റോ? അത് നമുക്ക് തീരുമാനമാക്കാം. ഓക്കെ, പിന്നെ ഞാനും കിടന്നുറങ്ങട്ടെ. അപ്പം ഗുഡ് നൈറ്റ്.